ഏപ്രിൽ 9-ാം തീയതി ഞാനും നിങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിലാണ് നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 1957 മുതൽ EMS മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ചപ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 1.7 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം 2016 മുതൽ 2026 വരെ പിണറായി വിജയൻ ഈ നാട് ഭരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കണ്ണടക്കാൻ നമുക്കാവില്ല. കേരളം ഇത്രയും വലിയ കടക്കെണിയിൽപ്പെട്ടത് വികസനത്തിനായി പണം ചെലവഴിച്ചത് കൊണ്ടാണ് എന്ന വിദണ്ഡവാദവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇക്കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എടുത്തു പറയാനും ചൂണ്ടിക്കാണിക്കാനും ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2011 മുതൽ 2016 വരെ ഈ സംസ്ഥാനം ഭരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പ് ചാർത്തിയ എത്രയെത്ര വികസന പദ്ധതികളാണ് ഈ നാടിന് സമർപ്പിക്കപ്പെട്ടത്. കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ എയർപോർട്ട്, ഈ പദ്ധതികളെല്ലാം കേരളത്തിൻ്റെ വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കും ഊർജം പകരുന്നവയായിരുന്നു എന്ന് നമുക്ക് കാണാം. ജനസമ്പർക്ക പരിപാടിയിലൂടെ എത്രയെത്ര മനുഷ്യരുടെ വേദനകൾക്കും പ്രശ്നങ്ങൾക്കുമാണ് ഉടനടി പരിഹാരം കാണാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിച്ചത്. കാരുണ്യ പദ്ധതിയിലൂടെ എത്രയെത്ര രോഗികളുടെ ജീവിതത്തിന് ആശ്വാസമേകാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിച്ചു. എന്നാൽ പിണറായി ഭരിച്ച ഈ 10 വർഷം എടുത്തു പറയാനുള്ള ഒരു നേട്ടവും ഒരു പദ്ധതിയും ഇല്ലാതെ വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ഇടതുപക്ഷവും സർക്കാരും കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇക്കാലയളവിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായ ഏക പുരോഗതി നാഷണൽ ഹൈവേ, ദേശീയപാതയാണ്. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര പദ്ധതിയുമാണ്. ദേശീയപാതയിൽ കേരളം ചെലവഴിച്ചത് കേവലം 5000 കോടി മാത്രമാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വികസനത്തിനായി പണം ചെലവഴിച്ചത് കൊണ്ടല്ല, മറിച്ച് ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും കൊള്ളയും നടത്തി കേരളത്തെ മുച്ചൂടും മുടിച്ച പിണറായി സർക്കാരിന് അധികാരത്തിൻ്റെ സോപാനത്തിൽ നിന്ന് വലിച്ചു താഴെയിറക്കാനുള്ള അസുലഭമായ അവസരമാണ് നമ്മുടെ വോട്ടവകാശം. അത് ചിന്തിച്ച് ശ്രദ്ധയോടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥികൾക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ രേഖപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആവണം എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്ഷേമനിധി ബോർഡുകളെ പൂർണ്ണമായും തകർത്തെറിയാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്ഥിര നിയമനം എന്ന പേര് പറഞ്ഞ് ക്ഷേമനിധി ബോർഡുകളിൽ പാർട്ടിക്കാരെ കുത്തിനിറക്കാൻ ശ്രമിച്ചപ്പോൾ INTUC ശക്തമായ നിലപാടെടുക്കുകയും കോടതിയെ കൊണ്ട് ആ ശ്രമത്തെ സ്റ്റേ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ക്ഷേമനിധി ബോർഡുകൾ ഇന്നും തകരാതെ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം.
കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അവരുടെ ദിവസവേതനത്തിൽ നിന്ന് മിച്ചം വെച്ച കാശ് വിഹിതമടച്ച്, അതുപോലെ തന്നെ ഞാനും നിങ്ങളും പണിയുന്ന ഓരോ കെട്ടിടത്തിനും ആയിരക്കണക്കിന് രൂപ വിഹിതവും അടച്ച് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡുകളിൽ കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുമ്പോൾ ആ തുകകളൊക്കെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പിണറായി സർക്കാർ. കഴിഞ്ഞ 19 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് ക്ഷേമനിധി പെൻഷൻ പോലും കിട്ടാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ നാട് ഭരിക്കുമ്പോൾ 2ഉം 3ഉം പെൻഷൻ വാങ്ങിയവർ ഈ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയപ്പോൾ ഒരാൾക്ക് ഒറ്റ പെൻഷൻ എന്ന നിയമം നടപ്പിലാക്കുകയും അതുവഴി ഈ ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ കിട്ടിയാൻ അർഹരായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കിട്ടാതിരിക്കുകയും അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കിട്ടാത്ത സാഹചര്യം സൃഷ്ടിച്ച അത്യന്തം തൊഴിലാളി വിരുദ്ധമായ നയങ്ങളുമായിട്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ ഒരു ഭാഗത്ത് ക്ഷേമനിധി ബോർഡ് ലേബർ കോഡ് നടപ്പിലാക്കില്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ മറുഭാഗത്ത് ലേബർ കോഡിൻ്റെ കരട് തയ്യാറാക്കി കൊടുക്കുന്ന ഇരട്ടത്താപ്പും ആ കരട് അംഗീകരിച്ച് ലേബർ കോഡ് നടപ്പിൽ വരുത്താനുള്ള നിലപാടുമായിട്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയാമല്ലോ, PMC പദ്ധതിയിൽ ഇടതുപക്ഷത്തെയും മന്ത്രിസഭയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒപ്പുവെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നവർ മന്ത്രിസഭയെയും ഇടതുപക്ഷത്തെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും ഉദ്ദേശവും മനസ്സിലാക്കാൻ ബോധവുമുള്ളവരാണ് മലയാളികളും തൊഴിലാളികളും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ഐക്യ ജനാധിപത്യ മുന്നണി കരുത്തുറ്റ സാരഥികൾക്കാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. ഇനി നമുക്ക് പരിശോധിക്കാം, കേരളത്തിൻ്റെ ക്രമസമാധാന നില ഇത്രമാത്രം താറുമാറായ തകർക്കപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഒരു ഭാഗത്ത് ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുകയും കൊലപാതകങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയാണ്. മനുഷ്യ മനസ്സാക്ഷിയെ നെട്ടിച്ചുകൊണ്ട് ലഹരിയുടെ ഉപയോഗവും അതിനുശേഷം കുടുംബങ്ങളെ ഒന്നടക്കം കൊന്നുകളയുന്ന സാഹചര്യവും കേരളത്തിലുണ്ടാകുന്നു. ലഹരിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അലക്കാതെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പേര് പറഞ്ഞ് നമ്മുടെ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് മാമാങ്കം നടത്തുന്ന ഒരു സർക്കാരും പോലീസ് സംവിധാനവും കേരളത്തിൻ്റെ ക്രമസമാധാന നില പൂർണ്ണമായും തകർത്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ, വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥൻ. വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സജീവമായി ഇടപെടുന്ന സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ 3 ദിവസത്തോളം ഒരിറ്റ് വെള്ളം കൊഴുകും കൊടുക്കാതെ ക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെടാനുണ്ടായ കാരണം എന്താണ്? SFI എന്ന വിദ്യാർത്ഥി സംഘടനയിൽ അംഗമാവാൻ തയ്യാറായില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ പാവം വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായി കൊന്നുകളഞ്ഞത് അവൻ്റെ സഹപാഠികളായിരുന്നു എന്നത് മനുഷ്യ മനസാക്ഷിയെ, എൻ്റെയും നിങ്ങളുടെ മനസാക്ഷി എത്രമാത്രം ഞെട്ടിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. കുഞ്ഞു മനസ്സുകളിൽ ക്രൂരതയും പകയും വിദ്വേഷവും കുത്തിനിറച്ച് ക്രൂരത സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായി CPM-ഉം ഇടതുപക്ഷവും മാറിയതിൻ്റെ ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ കൊലപാതകം. അതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, കേരളത്തിൽ ഇന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഫസൽ എന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്ന് ആ രക്തം പുരണ്ട തൂവാല ക്ഷേത്രമുറ്റത്ത് കൊണ്ടിട്ട് കലാപത്തിന് ശ്രമിച്ച കേസിലെ പ്രതി ഇന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖ സ്ഥാനാർത്ഥിയാണ്. ആന്തൂർ സാജൻ എന്ന പ്രവാസി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത്
അന്നത്തെ നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അവരെയും കാണാം CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ. ADM നവീൻ ബാബുവിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദി ഒരു ജനപ്രതിനിധിയായിരുന്നു. അത് CPMന്റെ ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്നു. ഇങ്ങനെ ക്രൂരമായ മാനസികാവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകുന്നവരെ സ്ഥാനാർത്ഥി പട്ടികയിലും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഒരു പക്ഷമായി ഇടതുപക്ഷവും CPMും മാറിയിരിക്കുന്നു. കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് പിണറായി സർക്കാർ. എത്രയെത്ര കൊലക്കേസ് പ്രതികൾക്കാണ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പരോൾ അനുവദിക്കുന്നു. കൊലക്കേസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിക്കുന്നു. കരിങ്കൊടി വീശുന്നവരെ പോലീസ് ഗുണ്ടകളും പോലീസിന് പുറത്തുള്ള ഗുണ്ടകളും ചേർന്ന് ആക്രമിക്കുന്ന സംഭവമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണ് എന്നാണ്. എൻ്റെ പിണറായി വിജയ, താങ്കളോടൊന്ന് പറയട്ടെ, ഞങ്ങളൊരു രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നു. ഈ ദുർഭരണത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം. അതിൻ്റെ മുദ്രാവാക്യം കടക്ക് പുറത്ത് എന്നാണ്. ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള ജനത നിങ്ങളോട് വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയും കടക്ക് പുറത്ത് എന്ന്. പ്രിയപ്പെട്ടവരെ, സമയമായിരിക്കുന്നു. കണക്കുകൾ ചോദിക്കാൻ, നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടാതിരുന്നതിൻ്റെ കണക്കുകൾ ചോദിക്കാൻ. ഇതൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം UDF സാരഥികൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്നത് ഒരു അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ശ്രമങ്ങൾക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.